ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാം. നിങ്ങളും വരൂ. ഇന്ന് ഉണ്ടാക്കുന്നത് ഈ ഫ്രൈ ഉണ്ടാക്കുന്നത് ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചു ബാലികയാണ് കേട്ടോ. അവൾക്ക് അറിയുന്ന പോലെയെല്ലാം അവൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ഒരുവിധം ജോലികളൊക്കെ അവൾ ചെയ്യാറുണ്ട്. അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളാണിത്: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, തക്കാളി. ഇതെല്ലാം ഇവൾ നേരത്തെ കട്ട് ചെയ്ത് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇതൊക്കെ എടുത്ത് കൈപ്പിടിച്ചിട്ട് എൻ്റെ അടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ചിപ്പിക്കുട്ടി. മുഖം കാണിക്കുന്നില്ല അവൾക്ക് മടി കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ചെമ്മീനിലേക്ക് മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, അതിനുശേഷം കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് അതും ചേർത്ത്. ഇനി കുറച്ച് കുരുമുളക് വേണം, അത് പൊടിച്ച് വയ്ക്കാൻ അവൾ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് പൊടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. പെരിഞ്ജീരകം ഒരു 2 പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. അത് പൊടിച്ച് അതും ചേർത്തു. ഇനി അവൾ ഫ്രൈ ചെയ്യാനുള്ള തിരക്കിലാണ്. അപ്പം നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഈ കൊച്ചിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവളുടെ ഒരു ഇഷ്ടാനുസരണം, അവളുടെ ഒരു സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കൂട്ടി നോക്കിയിട്ടോ. ചട്ടിയെടുപ്പ് വെച്ചു, എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഉള്ളി ഇടുന്നു. ഉള്ളിയിട്ട് നന്നായിട്ട് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ അധികം ഫ്രൈ ആവാൻ ഇവർക്ക് പറ്റില്ല. ഇവർക്കത് ഒരു ചെറിയൊരു കളർ മാറ്റിയേ പാടുള്ളൂ. തക്കാളി, ഉള്ളി എല്ലാം ഇട്ട് ഒരുമിച്ച് വാട്ടി അതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളി ഒന്ന് ചെറുതായി വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ ഈ മസാല ചേർത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇടാണ്. ചെമ്മീനിട്ട് ഇതെല്ലാം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് എല്ലാ വർക്കും ചെയ്യുള്ളൂ. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം, കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഇതിന് നമ്മളൊന്ന് ആവിയിൽ ഇതാക്കുന്നുണ്ട്. മീൻ വേവാൻ വേണ്ടിയിട്ടുള്ളൊരു ചെമ്മീനല്ലേ, കുറച്ചൊക്കെ വേവില്ലേ. എല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി അതൊന്ന് നന്നായിട്ട് മൂടി വയ്ക്കാമെന്ന് പറഞ്ഞാൽ അത് മൂടി വയ്ക്കുന്നുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാമെന്ന്. അതാണ് ആക്ഷൻ്റെ അർത്ഥം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റണം. എന്നാലും അതിലേക്ക് കറിവേപ്പില വീണ്ടും ഇടാൻ പോവുകയാണ്. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി അത് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. സൂപ്പറാട്ടോ, സൂപ്പറാണ്. ഞാൻ കഴിച്ച് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക.